സോ എമ്പുരാൻ മലയാള സിനിമ പ്രേക്ഷകരെല്ലാം കുറേയായിട്ട് കാത്തിരുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ ഒരു സിനിമയുടെ റിവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് ആരും കാത്തിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ റിവ്യൂ കേട്ടിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് കരുതുന്ന ആരും നിലവിൽ കേരളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വേൾഡ് മലയാളി സിനിമയുടെ പ്രേക്ഷകർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും തന്നെ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ ഓൾറെഡി ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് റിവ്യൂവിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും നമ്മൾ കണ്ട ആ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ പറയുകയാണ്. അപ്പം ഈ ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഒത്തിരി ഹൈപ്പോട് കൂടി ഒത്തിരി പ്രേക്ഷകർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തം അത്രയ്ക്ക് ഹൈപ്പോട് കൂടി തന്നെയാണ് എമ്പുരാനെ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ പേഴ്സണലി ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ട് പറയുമ്പോൾ പ്രതീക്ഷിച്ച ആ ഒരു ഹൈപ്പ് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഈ പറയുന്നത് പോലെ വളരെ മികച്ച രീതിയിൽ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ സിനിമയുടെ പല ടെക്നിക്കൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ തോന്നിച്ചു. ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു മലയാളം പടം പൃഥ്വിരാജ് എന്ന സംവിധായകൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ എമ്പുരാനിലൂടെ. അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പല ടെക്നിക്കൽ സൈഡുകളും പല ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഓരോ ഷോട്ടും വളരെ മികച്ച രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തെ അഭിനേതാക്കൾ ഓരോരുത്തരും അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കോംപ്രമൈസും കൊടുക്കാതെ തന്നെ പൃഥ്വിരാജ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അത് ടോപ്പ് ടു ബോട്ടം ഉള്ള അഭിനേതാക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചെറിയ റോളുകൾ പോലും അത്രയ്ക്ക് മികച്ച രീതിയിൽ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ എന്ന സിനിമ നമുക്കൊരു പ്രത്യേക ഒരു കിക്ക് തരുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു സിനിമ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു ത്രില്ല് ഉണ്ടായിരുന്നു, ഒരു സ്റ്റോറി ബേസ് ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് തുടങ്ങി അവസാനിപ്പിച്ച ഒരു സിനിമയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സിനിമ കാണുന്ന ഫീലും ഒരു ത്രില്ലും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഈ ഒരു എമ്പുരാനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഭയങ്കര ഹൈപ്പൊക്കെ പ്രതീക്ഷിച്ച് പോയത് കൊണ്ട് തന്നെയാവോ, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഞാൻ കണ്ട അഭിപ്രായങ്ങളും ഞാൻ കണ്ട തിയേറ്ററിൽ നിന്ന് പലരുടെയും ഫീലിംഗുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊരു മറിച്ച് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയുക. ഞാനുമായിട്ട് യോജിക്കുന്നവരുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റിൽ തന്നെ അറിയിക്കുക ഈ ഒരു സിനിമയെ പറ്റി. അപ്പൊ ഈ ഒരു സിനിമയെ പറ്റി നെഗറ്റീവ് പറയുന്നതൊന്നുമല്ല. അപ്പൊ ഏതൊരു നല്ല സിനിമയ്ക്കും അതിനകത്ത് കുറെ ഡ്രോബാക്സുകളും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. അപ്പം ഈ ഒരു സിനിമ തുടങ്ങി ആദ്യ പകുതി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു ഭയങ്കര ഒരു ലാഗ് അടിച്ച ഫീൽ ആയിരുന്നു. തിയേറ്റർ മൊത്തം ഭയങ്കര ഒരു ശാന്തമായിരുന്നു. ഒരു വാവ് ഫീൽ കൊടുക്കുന്ന ഒരു സംഭവങ്ങളും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. ബട്ട് അതിന്റെ മേക്കിങ്ങും സിനിമയുടെ പ്രസന്റേഷനും എല്ലാം വളരെ മികച്ച രീതിയിൽ നിന്ന് ഓരോ ഷോട്ടും വളരെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ബട്ട് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു എന്റർടൈനിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാവ് ഫീലിങ്ങോ ഒന്ന് ആവേശം കൊള്ളുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നും ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പം ഫസ്റ്റ് ഹാഫിൽ കണ്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു സ്റ്റോറി ബിൽഡിംഗ് സെഗ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അതായത് പല സ്റ്റീഫൻ അല്ലെങ്കിൽ നമ്മുടെ അബ്രഹാം ഖുറേഷിയുടെ പല സ്റ്റോറികളും അതുമായി ബന്ധപ്പെട്ടത് നമ്മുടെ പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദിന്റെ പല സ്റ്റോറികളും കാര്യങ്ങളും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറി ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിലും പല പോർഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പല സെഗ്മെന്റ്സും പല സീക്വൻസുകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിയ ഒരു ഫസ്റ്റ് ഹാഫ് ആയി തോന്നി. അതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ടിന്യൂറ്റി പലയിടത്തും അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. സിനിമയിൽ പല പോർഷൻസും എടുത്ത് ഇതിന്റെ എല്ലാ മേക്കിങ്ങുകളും പ്രസന്റേഷനും ഒക്കെ മികച്ച രീതിയിൽ നിൽക്കുമ്പോൾ പോലും ഇത് പല സീക്വൻസുകൾ എടുത്ത് ഒന്നിച്ചൊരു ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോയി വെച്ചതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു സിനിമയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് എനിക്കൊരു ഫീൽ ചെയ്തില്ല, ഒരു സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്തില്ല. ആ ഒരു സിനിമ കണ്ടുപോകുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൊമെന്റ്സ് ഒന്നും ആദ്യ ഹാഫിൽ നമുക്ക് തന്നില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ പൃഥ്വിരാജ് കോമ്പിനേഷനിൽ ഈ പറയുന്ന മാസ് മൊമെന്റ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. തിയേറ്ററും ആയിരുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിൽ മൊത്തം സൈലന്റ് ആയിരുന്നു. ലാലേട്ടൻ വരുന്ന ആ ഒരു എൻട്രിയിലൊക്കെ ചെറിയ കയ്യടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രയ്ക്കും ഒരു ഹൈപ്പൊന്നും ആ ഒരു സമയത്തും ഫസ്റ്റ് ഹാഫിൽ കൊടുക്കാൻ സാധിച്ചില്ല. ബട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സിനിമ എങ്ങനെ എടുക്കാമെന്ന് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തന്നത് ആക്ഷൻ രംഗങ്ങളാണെന്നുണ്ടെങ്കിലും പല ബ്ലാസ്റ്റുകളും എക്യുപ്മെന്റുകളും മെഷീനറീസും അതുമായിട്ട് യൂസ് ചെയ്ത വെഹിക്കിൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ
ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്റർനാഷണൽ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന ഒരു ലെവലിലേക്ക് മലയാള സിനിമയെ എത്തിക്കാൻ സാധിച്ചു. ബട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം കുറച്ച് സംഭവങ്ങൾ കൂട്ടിച്ചേർത്തതുപോലെയും എനിക്ക് തോന്നി. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതുപോലെ പല സെഗ്മെന്റ്സുകളായിട്ട് സീക്വൻസുകളായിട്ട് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ചൊരു ഫസ്റ്റ് ഹാഫിൽ ചെയ്തു വെച്ച പോലെ ഒരു ഫീലിങ്സ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി. അതർ ദാൻ ദാറ്റ് ഓക്കെയാണ് സംഭവം, ഓക്കെയാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പേഴ്സണലി എനിക്കതൊരു ലാഗ് ഫീലിംഗ് തോന്നി. ബട്ട് നമ്മൾ ഇത്ര ഹൈപ്പ് പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് അടുത്തത്, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. ബട്ട് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒന്നും ആദ്യ ഹാഫിലോ അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നതൊന്നും നമുക്ക് പ്രത്യേകിച്ച് സിനിമ കാണുമ്പോൾ തോന്നത്തില്ല. ബട്ട് നമ്മളൊക്കെ ഒരു ഹൈപ്പ് പ്രതീക്ഷിച്ച് പോകുന്നത് കൊണ്ട് അടുത്തത് എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു സംശയത്തോടെ തന്നെ ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ കാണുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ബട്ട് മേക്കിംഗ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു ആദ്യ ഹാഫില്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയുമ്പോൾ നമ്മുടെ BGM ഫെയിലായി എനിക്ക് തോന്നിയത്. പലരും പറയുന്നുണ്ട്, പലരും പറഞ്ഞു BGM ഒക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ. പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയ്ക്ക് മികച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പലയിടത്തും ലാലേട്ടന്റെ മാസ് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് അത്ര മികച്ചു നിന്നും എനിക്ക് തോന്നിയില്ല. കാരണം ആ ഒരു പല പഞ്ച് ഡയലോഗുകളും അത്രയ്ക്ക് എഫക്റ്റീവ് ആക്കിയിട്ടില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട്. ദീപക് എന്തോ സോഷ്യൽ മീഡിയകളിലൊക്കെ കത്തിക്കും പടം ഇറങ്ങി കഴിയുമ്പോൾ കത്തിച്ച് പൊളിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വളരെ തോൽവിയായിട്ട് തന്നെയാണ് തോന്നിയത്. അത്രയ്ക്ക് മാസായിട്ടൊന്നും തോന്നിയില്ല. അത് ഈ ഒരു സിനിമയിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും അത്രയ്ക്കൊരു എന്താ പറയുന്നത്, ഒരു ആവറേജ് എന്നൊക്കെ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ചില BGM ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള BGM ഒക്കെ ആയിരുന്നു പല പോർഷനുകളിലും. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. BGM മാത്രം ആ ഒരു സൈഡ് നോക്കി കഴിയുമ്പോൾ ഒരു ഫ്ലോപ്പ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഈ ഒരു സിനിമ വന്നു കഴിയുമ്പോഴാണ് തിയേറ്റർ ശരിക്കും ഉണർന്നത്. ആദ്യ ഹാഫിൽ നമ്മുടെ അബ്രഹാം ഖുറേഷിനെ ഒക്കെ കാണിച്ച് ഈ പറയുന്ന പോലെ ജാക്കറ്റും സൂട്ടും എല്ലാം ഇട്ട് വന്നിട്ടും ഒന്ന് കാണാത്ത, അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഉണ്ടാകാത്ത ഒരു ഹൈപ്പാണ് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വരവിൽ സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഫസ്റ്റ് സംഭവങ്ങളിലാണ് തിയേറ്റർ ശരിക്കും ഒന്ന് ആവേശത്തോടെ ഉണർന്നത്. അതുവരെയും ഭയങ്കര ഉറക്കം തൂങ്ങിയ രീതിയിലായിരുന്നു തിയേറ്ററിന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സെക്കൻഡ് ഹാഫിലെ ആ ഒരു തുടക്കത്തോടെയാണ് തിയേറ്റർ ശരിക്കും ഒന്ന് ഉണർന്നത്. നമ്മൾ വിചാരിച്ചു ഓക്കെ, ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഒരു സ്റ്റോറി ബിൽഡിംഗ് എല്ലാം ഇട്ട് തന്നിട്ട് സെക്കൻഡ് ഹാഫ് തൂക്കി അടിക്കുമെന്ന് തന്നെ കരുതി തന്നെയാണ് ബാക്കി അങ്ങോട്ട് കണ്ടത്. എന്നാൽ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പോയത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഫസ്റ്റ് ഹാഫിൽ നടന്ന ആ ഒരു ബിൽഡ് ചെയ്ത് വെച്ച ആ സ്റ്റോറിയുടെ ബാക്കി കൺക്ലൂഷനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി അവസാനിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അവസാന കുറെ പോർഷൻസ് വീണ്ടും ഈ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് വെച്ച പല സീക്വൻസുകളെല്ലാം കൂടെ ഒന്നിച്ചു വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കഥയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കഥയുടെ ഒരു തുടർന്ന് പോകുന്ന ഒരു കണ്ടിന്യൂറ്റി ഒരിടത്തും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പല പല പോർഷൻസ്, പല പല കഥകൾ, പല പല സംഭവങ്ങൾ നടക്കുന്നത്, ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ചതുപോലെയാണ് വീണ്ടും അവസാന സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയത്. എന്നാൽ ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ഹൈപ്പിലേക്ക് വന്നിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു വരവും അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഭയങ്കര മികച്ച രീതിയിൽ നിന്നു. എന്നാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ അവസാനത്തെ നമ്മൾ ഡ്രാഗൺ വില്ലന്റെ എൻട്രിയും സംഭവങ്ങളും പുള്ളിയുടെ ആ ഒരു ഹൈപ്പും അടുത്ത L3 ഒരു ലീഡ് ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഒരു 10-25 മിനിറ്റുകളൊക്കെ ഹിന്ദിയിലായിരിക്കും, നോർത്തിലായിരിക്കും നടക്കുന്നതൊക്കെ. പിന്നെ ഈ ഒരു സിനിമ പിടിച്ചത് മൊത്തത്തിൽ ഒരു കൊമേഴ്ഷ്യലി വൻ ലാഭം പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ്. കാരണം ഈ ഒരു ഹിന്ദി ലാംഗ്വേജും അല്ലെങ്കിൽ നോർത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ നല്ലൊരു ഭാഗങ്ങളും നല്ലൊരു സമയവും മറ്റു ലാംഗ്വേജുകളിൽ ഒത്തിരി കയറി വരുന്നുണ്ട്. മലയാളം ലാംഗ്വേജ് പലർക്കും അതങ്ങോട്ട് അത്ര ദഹിച്ചെന്ന് വരത്തില്ല. നമ്മളെല്ലാവരും പല ലാംഗ്വേജുകളും കാണുന്നതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു മലയാള സിനിമ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മലയാളം ആയി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ ഇടയ്ക്ക് കുറച്ച് വരുന്നത് പോലെയല്ല, നല്ല കുറെ പോർഷൻസ് മറ്റു ലാംഗ്വേജുകളും ഇന്റർനാഷണൽ ലാംഗ്വേജസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നോർത്ത് ഹിന്ദി ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അത് കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൃഥ്വിരാജിന്റെ തന്ത്രമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നോർത്ത് ഇന്ത്യൻസിനെ കൂടി അല്ലെങ്കിൽ നോർത്തിൽ ഈ ഒരു സിനിമ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു തന്ത്രമാണ്. ഇടയ്ക്ക് BGMൽ തമിഴ് സ്റ്റൈലിലുള്ള BGM ഒക്കെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ തമിഴ്നാട്ടിലും കൂടി ഈ ഒരു സിനിമയുടെ കച്ചവടം മുൻനിർത്തി കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ മൊത്തത്തിലുള്ള ഈ ഒരു ലാംഗ്വേജിലുള്ള ഒരു ആപ്ലിക്കേഷൻസ്, അതായത്
പുറത്തും നമ്മുടെ കേരളത്തിന് പുറത്തും കൂടെ ഈ ഒരു സിനിമ നല്ല രീതിയിൽ വിറ്റ് പോകണം. ഡബ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല പോർഷനുകളിലും അവരുടെ ആ ഏരിയയും അവരുടെ ലാംഗ്വേജും കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഓൾ ഇന്ത്യ ലെവലിൽ സിനിമ ഹിറ്റാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു കളി കളിച്ചിരിക്കുന്നത്. അത് കുറച്ച് പലരെയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സിനിമ തുടങ്ങി കുറെ നേരമെങ്കിലും പലർക്കും അതൊരു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം നമ്മുടെ ലാംഗ്വേജ് മാറി മറ്റൊരു ലാംഗ്വേജിൽ ഇരുന്ന് പടം കാണുന്ന ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊരു കുറച്ച് ബുദ്ധിമുട്ട് എനിക്കും പേഴ്സണലി തോന്നിയിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഒരു സിനിമയുടെ പാർട്ടായതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്ത് വിടാം. അത് മൊത്തത്തിൽ ഒരു ബിസിനസ് നോക്കിക്കണ്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സിനിമ കണ്ടവരെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. അതിൽ എമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ഹൈപ്പോടെ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഒത്തിരി നിരാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ മനസ്സോടെ എല്ലാവരും സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് എന്താണ് തോന്നിയത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സിനിമ ഓക്കെയാണ്, മേക്കിംഗ് ഓക്കെയാണ്, ടെക്നിക്കൽ സൈഡും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. എക്സെപ്റ്റ് BGM മാത്രമാണ് എനിക്ക് ഇച്ചിരി തോൽവിയായിട്ട് തോന്നിയത്. അഭിനയം എല്ലാം വേറെ ലെവൽ സംഭവങ്ങളായിരുന്നു. ബട്ട് നമുക്ക് ലൂസിഫർ കണ്ട ആ ഒരു ഫീലിങ്സോ ആ ത്രില്ലിംഗ് എക്സ്പീരിയൻസോ ഒന്നും ഈ ഒരു എംബ്രാനയിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ആ ഒരു സംഭവം അതിനകത്ത് മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുറെ സംഭവങ്ങൾ സീക്വൻസുകളെല്ലാം ഒന്നിച്ചു വെച്ചിട്ട് ആ മേക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജിന് സിനിമയുടെ പല സംഭവങ്ങളും അല്ലെ പ്രേക്ഷകർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു ഈ പറയുന്ന 3 മണിക്കൂർ ഇരുന്ന് കാണേണ്ട ഒരു സ്റ്റോറിയും അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും മിസ്സായി പോയോ, അതിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണോ അതോ അറിഞ്ഞുകൊണ്ട് വിട്ടുപോയതാണോ, അല്ലെങ്കിൽ മേക്കിങ്ങിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത് വിട്ടുപോയതാണോ എന്ന് അറിയത്തില്ല. അത് മാത്രമാണ് ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. അതർ ദാൻ ഇതൊരു കംപ്ലീറ്റ് ഒരു ഇന്റർനാഷണൽ ലെവൽ മലയാളം മൂവി എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ പ്രേക്ഷകർ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ ഈ ഒരു സിനിമയുടെ വിധി എന്താണെന്നുള്ളത് എല്ലാവരും കൂടെ അങ്ങോട്ട് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഞാൻ നെഗറ്റീവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും സിനിമയെ താഴ്ത്തി കെട്ടാൻ പറഞ്ഞല്ല, നമുക്ക് കണ്ടു കഴിയുമ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും നമുക്ക് നോക്കാം. പ്രേക്ഷകരെല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് കരുതുന്നു. സിനിമ കണ്ടിട്ടതിന് ശേഷം കുറച്ച് നെഗറ്റീവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതേ സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി ഹൈപ്പോട് കൂടിയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പ്രേക്ഷകർ വരുന്നത്. അപ്പോൾ ചെറിയൊരു മിസ്സിംഗ് പോലും പ്രേക്ഷകർ ഒത്തിരി നിരാശ ഉണ്ടാക്കും. അത് തന്നെയായിരിക്കും ഈ സിനിമയിൽ ഇപ്പം ഒരു അഭിപ്രായങ്ങളൊക്കെ വരാൻ പോകുന്നത്. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. കാണാത്തവരൊക്കെ പോയി കണ്ടോളുക. ഒരു സിനിമ മിസ്സാകണ്ട, അത്രയ്ക്ക് നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.